ആൺകുട്ടികളിൽ പെൺകുട്ടികളുടെ ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ചില സിനിമകളിലെങ്കിലും അങ്ങനത്തെ കഥാപാത്രങ്ങളെ കണ്ടിട്ടുണ്ടാവും. നല്ല പൗരുഷമുള്ള ആൾക്കാർ സംസാരിക്കുമ്പോൾ സ്ത്രീകളുടെ ശബ്ദത്തിൽ സംസാരിക്കുന്നതായിട്ട്. ഈ കണ്ടീഷൻ്റെ പേരാണ് പ്യൂബർഫോണിയ. അതായത് ഒരു 10-14 വയസ്സൊക്കെ ആകുമ്പോഴാണ് ആൺകുട്ടികളിൽ ഈ പറഞ്ഞ ബോഡിലി ചേഞ്ചസ് ഒക്കെ വരുന്നത്. അവർ പതുക്കെ ആ കുട്ടിയിൽ നിന്ന് ഒരു പുരുഷൻ എന്നുള്ള ഒരു ട്രാൻസിഷൻ നടക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് നാച്ചുറലി നടക്കേണ്ട ഒരു കാര്യമാണ് ഈ ശബ്ദത്തിലെ വ്യത്യാസവും. ഒരു ഹൈ പിച്ച്ഡ് വോയിസിൽ നിന്ന് പതുക്കെ ഒരു ലോ പിച്ച് വോയിസിലോട്ട് വരണം. ചിലപ്പോൾ ഇത് ഓൾ ഓഫ് എ സഡൻ പെട്ടെന്ന് നടക്കും, ചിലപ്പോൾ 1-2 ആഴ്ച കൊണ്ട് പതുക്കെ ആയിരിക്കും നടക്കുക. ഈ ഒരു ചേഞ്ച് സാധാരണഗതിയിൽ നാച്ചുറലി നടക്കേണ്ടതാണ്. ഇത് നാച്ചുറലി നടക്കാതെ വരുമ്പോൾ ആ ഒരു പഴയ കുട്ടി സൗണ്ടിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആ ശബ്ദം തന്നെ അവരുടെ പെർമനന്റ് വോയിസ് ആയിട്ട് മാറാനും സാധ്യതയുണ്ട്. അപ്പോൾ പൊതുവെ ആൾക്കാരുടെ ധാരണ അത് തന്നെ മാറിക്കോളും, അല്ലെങ്കിൽ ശരിയായിക്കോളും എന്നൊക്കെയാണ്. പക്ഷെ ആവശ്യമാണെങ്കിൽ അവരെ ആദ്യം ഒരു ENT ഡോക്ടറെയും പിന്നെ ഒരു വോയിസ് പത്തോളജിസ്റ്റിനെയും കാണിക്കേണ്ടതാണ്. ആ പിച്ച് കറക്ഷൻ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നതുമാണ്. 1-2 സെഷൻസിൻ്റെ മാത്രം ആവശ്യമേ ഉള്ളൂ. ഇതിൻ്റെ കാരണങ്ങൾ ഇത് പറയുന്നത്, ഒന്നുകിൽ ഈ കുട്ടി വളരുന്ന വീട്ടിൽ ഒരു സ്ട്രോങ് മെയിൽ പ്രസൻസ് ഇല്ലാതെ വരുന്നത് ഒരു കാരണമാണ്. അല്ലെങ്കിൽ അവർക്ക് മോഡലായിട്ടൊരു പുരുഷൻ അല്ലെങ്കിൽ അച്ഛൻ ആരെങ്കിലും ഇല്ലെങ്കിൽ അവർക്ക് ആ ഒരു മെയിൽ മോഡലിൻ്റെ ആബ്സെൻസ് ഇതിന് കാരണമാവാറുണ്ട്. ഓവർ പാമ്പറിങ്, അച്ഛനും അമ്മയും വളരെ ഓവർ പ്രൊട്ടക്റ്റീവായിട്ട് വളർത്തുന്നതും ഒരു കാരണമാണ്. ചിലപ്പോൾ ഈ പറഞ്ഞ ബോഡിലി ചേഞ്ചസ് കുട്ടികൾ തന്നെ റെസിസ്റ്റ് ചെയ്യാറുണ്ട്. അവർക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റി ഒക്കെ കൂടുന്നത് അവർ ചിലപ്പോൾ റെസിസ്റ്റ് ചെയ്യാനും ഈ ഒരു കുട്ടി ശബ്ദത്തിൽ അവർ തുടരുന്നതായിട്ടും കാണാറുണ്ട്. ഇത് വളരെ വേഗം അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ, കറക്റ്റ് സമയത്ത് ഐഡൻറ്റിഫൈ ചെയ്യുകയും ട്രീറ്റ് ചെയ്യുകയും ചെയ്താൽ.